നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ മുടിഞ്ഞ കോൺഗ്രസിനും UDF-നും വോട്ട് ചെയ്ത ഓരോ ജനവും ഇത് കേൾക്കുക. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് UDF-നെ എന്തുകൊണ്ട് ജനങ്ങൾ പുറത്തിരുത്തി എന്നതിൻ്റെ കൃത്യമായ ഉത്തരം നമുക്ക് സെക്രട്ടേറിയറ്റിനുള്ളിൽ കാണാം. പുതിയ സർക്കാർ അധികാരമേൽക്കും മുൻപേ വിവിധ വകുപ്പുകളിൽ ഇപ്പോൾ നടക്കുന്നത് കൂട്ട സ്ഥലം മാറ്റം. ഇന്നും നാളെയുമായി സ്ഥലം മാറ്റങ്ങളുടെ കൂട്ട ഉത്തരവുകൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തു വരും. ആയിരക്കണക്കിന് ആളുകളെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നു. ഓൺലൈനായി മാറ്റം നടന്നിരുന്ന വകുപ്പുകളിൽ പോലും വകുപ്പ് മേധാവികളുടെ നേരിട്ടുള്ള ഉത്തരവുകൾ ഇറങ്ങി. സെക്രട്ടേറിയറ്റിനുള്ളിൽ ഇപ്പോൾ വകുപ്പ് മേധാവികളെ നിയന്ത്രിക്കാൻ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ഇല്ല. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം ഇപ്പോഴും വകുപ്പ് മേധാവികൾ ഉൾക്കൊള്ളുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ 2.5 ലക്ഷത്തിലധികം താൽക്കാലിക ജീവനക്കാരെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ സർക്കാർ നിയമിച്ചിരുന്നു. ഇവരിൽ പലരെയും സ്ഥിരപ്പെടുത്താൻ ബാക്ക്ഡോർ നടപടികൾക്കും തുടക്കമിട്ടിരുന്നു. രജിസ്ട്രേഷൻ വകുപ്പ് ഓഫീസുകളിൽ സ്ഥലം മാറ്റത്തിന് തുടക്കമിട്ടു എന്ന വാർത്ത ഇക്കഴിഞ്ഞ ദിവസം മാതൃഭൂമി പബ്ലിഷ് ചെയ്തിരുന്നു. കൊല്ലത്തെ സഹകരണ ഓഫീസുകളിൽ നിന്ന് മാത്രം 52 പേരെയാണ് മാറ്റിയത്. റവന്യൂ വകുപ്പിൽ 50ഓളം പേരെ സ്ഥലം മാറ്റി. ആരോഗ്യം, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലും ഉത്തരവിറങ്ങിയിട്ടുണ്ട്. വോട്ടെണ്ണൽ കഴിഞ്ഞ് 8ാം ദിനമായി. ഇപ്പോഴും കേരളം ഭരിക്കുന്നത് കാവൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ. പിണറായി 3-0 എന്ന നിലയിൽ കുതിക്കുമ്പോൾ മറുവശത്ത് ഇതുവരെ ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ പോലും കോൺഗ്രസ് സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല. ഓഡിറ്റ് വകുപ്പിൽ 31 സ്ഥലം മാറ്റങ്ങൾ നടന്നു എന്ന് മാതൃഭൂമി പറയുന്നു. ജലസേചനത്തിൽ 35, സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ 34, സ്ഥിതിവിവരക്കണക്കിൽ 22, ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിൽ 20, GST 14. ഭരണാനുകൂല സംഘടനകളുടെ നിർദ്ദേശപ്രകാരമാണ് വകുപ്പ് മേധാവികൾ ഈ സ്ഥലം മാറ്റം നടത്തുന്നത് എന്ന വിശദീകരണം പുറത്തുവരുന്നു. എന്നാൽ പലരും പണം കൊടുത്ത് ഭരണാനുകൂല സംഘടനകളുടെ തലപ്പത്തുള്ളവരെ സ്വാധീനിച്ചാണ് ഈ കൂട്ട സ്ഥലം മാറ്റൽ നടപ്പിലാക്കിയെടുക്കുന്നത്. ചുരുക്കത്തിൽ മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ പരമാവധി കൊയ്ത്ത്. അതാണിപ്പോൾ സെക്രട്ടേറിയറ്റിനുള്ളിൽ നമ്മൾ കേൾക്കുന്നത്. തീരുമാനമെടുക്കാതെ അവിടെ കിടന്നിരുന്ന ഫയലുകളിലൊക്കെ ഇപ്പോൾ വകുപ്പ് മേധാവികളും സെക്രട്ടറിമാരും പണം വാങ്ങി കൂട്ടത്തോടെ ഉത്തരവുകളിടുന്നു. 10 വർഷം വരെ ഒരേ സ്ഥലത്ത് ജോലി ചെയ്തവരെ മാറ്റുന്നതിന്റെ ഭാഗമായി ഭരണ സൗകര്യം പരിഗണിച്ചാണ് ഇപ്പോഴത്തെ സ്ഥലം മാറ്റമെന്ന് വകുപ്പ് മേധാവികൾ പറയുന്നു. എന്നാൽ ഒരു ഭരണമാറ്റമുണ്ടായാൽ പുതിയ മന്ത്രിസഭ എത്തുന്നതുവരെ ഇത്തരം സ്ഥലം മാറ്റങ്ങൾ പതിവില്ല. സ്ഥലം മാറ്റത്തിനെതിരെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും സമരം ഉൾപ്പെടെയുള്ള പ്രതിഷേധം ആലോചിക്കുകയാണ് ഇപ്പോൾ സംഘടനാ ജീവനക്കാർ. ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായി നിന്ന് പല ആനുകൂല്യങ്ങളും കൈപ്പറ്റിയിരുന്നവർ ഇപ്പോൾ ഭരണത്തിലേറാൻ പോകുന്ന നേതാക്കളുടെ തിണ്ണ നിരങ്ങുന്ന കാഴ്ച കൗതുകമുണർത്തുന്നു. കേരളത്തിൽ ഭരണമാറ്റം യാഥാർത്ഥ്യമായതിന് തൊട്ടു പിന്നാലെ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് തൊട്ടു മുൻപ് ഏറ്റവും ഒടുവിൽ ഒരു കടുംവെട്ട് തന്നെയാണ് ചില വകുപ്പ് മേധാവികളും സെക്രട്ടറിമാരും ഒക്കെ ചേർന്ന് സെക്രട്ടേറിയറ്റിൽ നടത്തിയത്. 10 വർഷത്തെ പിണറായിസത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് UDF സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നു. കോൺഗ്രസ് ജീവനക്കാരുടെ സംഘടനാ തലപ്പത്തുള്ളവരും ഇപ്പോൾ കൊയ്ത്ത് വേട്ടയിലാണ്. ഭരണമാറ്റത്തിന്റെ കാറ്റ് തിരിച്ചറിഞ്ഞ് IAS ഉദ്യോഗസ്ഥർക്കിടയിൽ വൻ ചുവടുമാറ്റം മറുവശത്ത് നമ്മൾ കാണുന്നു. മുൻ സർക്കാരിന്റെ വിശ്വസ്തരായിരുന്ന പല ഉന്നത ഉദ്യോഗസ്ഥരും ഇപ്പോൾ UDF കേന്ദ്രങ്ങളുമായി അടുപ്പം പുലർത്തുന്നു. നയപരമായ തീരുമാനങ്ങളിൽ മുൻ സർക്കാരിനെ തുണച്ചവർ പലരും ഇപ്പോൾ മറുകണ്ഠം ചാടിയ വിചിത്ര കാഴ്ച. പോലീസ് സേനയിൽ വൻ അഴിച്ചുപണിക്ക് സാധ്യതയുണ്ട് എന്ന സൂചനകൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് തലപ്പത്തുള്ള പലരും ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെയും VD സതീശന്റെയും വീടിന്റെ പിന്നാമ്പുറങ്ങളിൽ മേഞ്ഞു നടക്കുന്നു. മുൻ സർക്കാരിന്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങിയ ഉദ്യോഗസ്ഥരെ പ്രധാന തസ്തികകളിൽ നിന്ന് നീക്കണമെന്ന വാദം ഇപ്പോൾ കോൺഗ്രസിൽ ശക്തമാണ്. ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ പല കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ അവസരം മുതലെടുക്കുന്നു. പോലീസുകാരെ അതത് സ്ഥാനത്തിരുത്താം എന്ന ഓഫർ മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രാദേശിക നേതാക്കൾ പോലും ഇപ്പോൾ പോലീസിനെ വരുതിയിലാക്കുന്ന കാഴ്ച. ഇടതുപക്ഷ സംഘടനയായ NGO യൂണിയന്റെ ആധിപത്യം തകർക്കാൻ UDF-ന് വീണ് കിട്ടിയ സുവർണാവസരം അവർ പാഴാക്കുമെന്ന സൂചനയാണ് നമുക്ക് മുന്നിൽ. നേരത്തെ NGO യൂണിയന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന പല ജീവനക്കാരും ഇപ്പോൾ കോൺഗ്രസ് സംഘടനയിലേക്ക് ചുവടുമാറുന്നു. വെള്ളിയാഴ്ച സ്ഥലം മാറ്റത്തിന് വിധേയരായ 400ഓളം ജീവനക്കാർ UDF അനുകൂല സംഘടനകളുടെ താൽപര്യാർത്ഥമാണ് അവരെ മാറ്റിയത് എന്ന് വകുപ്പ് മേധാവികൾ പറയുന്നു.
എന്നാൽ UDF അനുകൂല സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ തന്നെയാണ് സ്ഥലം മാറ്റത്തിന് പിന്നിൽ. മന്ത്രിമാർ അധികാരമേൽക്കുമ്പോൾ വകുപ്പുകളിൽ പൂർണ്ണ നിയന്ത്രണം ഉറപ്പാക്കുക കോൺഗ്രസ് സംഘടനകൾ ലക്ഷ്യമിടുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് ഫയലുകൾ പൂഴ്ത്തിയവരും ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരുമെന്ന പേരിൽ ഇടതുപക്ഷ അനുഭാവികളെ തഴയുന്നതിലൂടെ ഭരണ നിർവഹണം കാര്യക്ഷമമാക്കാം എന്ന ഒരു ഫോർമുലയാണ് ഇപ്പോൾ കോൺഗ്രസ് അനുകൂല സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. പോലീസ് സേനയിലാണ് ഇടതുപക്ഷ ചിന്താഗതിക്കാർ കൂടുതൽ നുഴഞ്ഞു കയറിയിരിക്കുന്നത്. ഇത്തരക്കാരെ കണ്ടെത്തി അവരെ അപ്രധാന സ്ഥാനങ്ങളിലേക്ക് മാറ്റണം എന്ന ആവശ്യം ദീർഘകാലമായി ഉയർന്നു വരുന്നുണ്ട്. രഹസ്യാന്വേഷണ വിഭാഗത്തിലും വലിയ പൊളിച്ചെഴുത്തുകൾ വരും. ഇപ്പോൾ ഇന്റലിജൻസ് വിവരങ്ങൾ പൂർണ്ണമായി പിണറായി വിജയനാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കാവൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ സംസ്ഥാന പോലീസ് സേനയെ ഇന്റലിജൻസ് വിഭാഗത്തെ ഉപയോഗിച്ച് കാവൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ UDFന്റെ ഓരോ നീക്കവും ഇപ്പോഴും പിണറായി വിജയൻ മനസ്സിലാക്കുന്നു. മുൻ സർക്കാരിന്റെ രഹസ്യങ്ങൾ ചോരാതിരിക്കാൻ ശ്രമിച്ചിരുന്ന ഉദ്യോഗസ്ഥരെ മാറ്റി പുതിയ വിശ്വസ്തരെ നിയമിക്കുന്നത് ഭരണപരമായ സുരക്ഷ മുൻനിർത്തിയുള്ള നീക്കമാണ്. ഇതിനിടയിൽ പല വിവാദ ഫയലുകളും അപ്രത്യക്ഷമായി എന്ന വാർത്തയും സെക്രട്ടേറിയറ്റിൽ നിന്ന് വരുന്നു. നിരവധി മന്ത്രിമാരുടെ ഓഫീസുകളിലുണ്ടായിരുന്ന ഫയലുകൾ ഇതിനിടയിൽ ഷ്രെഡിംഗ് റൂമിലേക്ക് മാറ്റി കൂട്ടത്തോടെ നശിപ്പിച്ചിരുന്നു എന്ന വാർത്ത മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തത് നടുക്കത്തോടെയാണ് കേരളം കേട്ടത്. മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിന്ന് ഫയലുകൾ കൂട്ടത്തോടെ പുറത്തേക്ക് പോയി. ഇവയൊക്കെ കത്തിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തു. പിണറായി വിജയന്റെ കാലത്തെ പല തീരുമാനങ്ങളും പുനഃപരിശോധിക്കുമെന്നതാണ് UDFന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. എന്നാൽ ഫയലുകൾ തന്നെ അപ്രത്യക്ഷമായാൽ എന്തു ചെയ്യുമെന്ന ചോദ്യം ബാക്കി. ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ മാറ്റി ഒരു ശുദ്ധികലശം നടത്തിയാവും UDF സർക്കാർ അധികാരത്തിൽ വരികയെന്നായിരുന്നു നേരത്തെ നമ്മൾ കേട്ടത്. എന്നാൽ കാവൽ മന്ത്രിസഭ ഉപയോഗിച്ച് പിണറായി വിജയൻ വേണ്ടത്ര പരിഷ്കാരങ്ങൾ ഇതിനകം തന്നെ വരുത്തി തീർത്തു. സെക്രട്ടേറിയറ്റിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് സ്ഫോടനാത്മകമായ പല വിവരങ്ങളും. ആരൊക്കെ മന്ത്രിമാരാകും എന്നതിനെക്കുറിച്ച് യാതൊരുവിധ നിശ്ചയവുമില്ല. അതിലപ്പുറം KPCC എന്നത് വെറുമൊരു നോക്കുകുത്തിയായി മാത്രം നിൽക്കുന്നു. KPCC ആസ്ഥാനത്ത് നിന്ന് സെക്രട്ടേറിയറ്റിനെ നിയന്ത്രിക്കാൻ യാതൊരുവിധ നീക്കങ്ങളുമില്ല. അതിനുവേണ്ട ഉത്തരവാദിത്വം ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല. സംഘടനാ നേതാക്കളെ മാത്രം മുൻനിർത്തി സെക്രട്ടേറിയറ്റിൽ കരുനീക്കങ്ങൾ നടത്തുന്നത് അപകടകരമാണ്. ഏറ്റവും അപകടകരമായ ഘട്ടത്തിലൂടെ കേരളം കടന്നു പോകുന്നു. സെക്രട്ടേറിയറ്റിനെ തൂക്കി വിൽക്കുന്നത് ഈ മുടിഞ്ഞ UDFുകാർ അറിയുന്നില്ലേ എന്ന ചോദ്യമാണ് ഇവിടെ നമ്മൾ ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.